ഹലോ ഫ്രണ്ട്സ്, എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു കെമിക്കലും ഉപയോഗിക്കാണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, അതേപോലെ തന്നെ അലർജി ഉണ്ടാവില്ല. അങ്ങനെ ഒത്തിരി ഉപയോഗപ്രദമായ വീഡിയോ ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുഖക്കുരു ഉണ്ടായാലുള്ള കറുത്ത പാട് മാറ്റിയെടുക്കാനും പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറ്റിയെടുക്കാനും ഇനി സ്കിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ബ്രൈറ്റനാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കൂപ്പമേനിയുടെ ഇല. ബീട്രൂട്ടും ക്യാരറ്റും ഓരോ ചെറിയതായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പമേനി ഇലയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. പിഗ്മെന്റേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ മുഖക്കുരുവിന്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുപ്പമേനിയുടെ ഇല. ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തുന്നുണ്ട്. അത് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പൊ അത് ഒരല്പം പോലും വെള്ളം ചേർത്താണ്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അരയ്ക്കാൻ നിങ്ങൾക്ക് വെള്ളം ഒന്നും ഇല്ലെങ്കിൽ, അത് അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് കാച്ചാൻ എടുക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അങ്ങനെ അരച്ചെടുത്തുള്ള ഈ ഒരു കൂട്ട് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിലുള്ള വെള്ളത്തിന്റെ അംശമെല്ലാം പോയി വരണം. അങ്ങനെ ആ പോയി വന്നത് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ പൗഡർ ആയതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് ചേർക്കുന്നത്. സ്റ്റിക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ചതയ്ക്കുന്ന കൂട്ടത്തിൽ അതിന്റെ സ്റ്റിക്കും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഒരു തുണിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ തുണിയിലിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒട്ടും ചൂടുണ്ടാവരുത്. ചൂടായി കഴിഞ്ഞാൽ എണ്ണേന്റെ ചൂട് കൂടി തട്ടുമ്പോൾ കൈ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം അതൊന്ന് ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ബോട്ടിൽ ആക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും കേട് വരില്ല. ഈ ഒരു എണ്ണ മാത്രം മതി, നിങ്ങളുടെ സ്കിന്നിൽ എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് മാറി കിട്ടുന്നതാണ്. സ്കിന്നും ബ്രൈറ്റ് ആവുന്നതാണ് കേട്ടോ. മുടി കൊഴിച്ചിലില്ലാണ്ട് നല്ല ആരോഗ്യമുള്ള ഇടതൂർന്ന മുടി നമുക്ക് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. ഹെയർ പാക്കാണ്. അതിനായിട്ട് ഞാൻ എന്താ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. റോബസ്റ്റേന്റെ പഴമാണ് കേട്ടോ. അപ്പൊ അതിന്റെ പഴം മാത്രമായിട്ട് ആദ്യം എടുക്കുന്നുണ്ട്. ഈ പഴം രണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്തി കൊടുക്കാനായിട്ട് പോകുന്നത് റൈസാണ് കേട്ടോ. നമ്മൾ ഏത് ചോറിന്റെ റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ഒരു ഏകദേശം ചെറിയൊരു ബൗളിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. മുട്ടേന്റെ മഞ്ഞയും വെള്ളയും ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞയും നമ്മുടെ തലമുടിക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതിന് ആ മഞ്ഞയുടെ സ്മെല്ല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു അല്പം പോലും വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെയും പഴത്തിൻ്റെ ഇതിൽ തന്നെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീം രൂപത്തിൽ കിട്ടും കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുമുണ്ട്, നല്ല ലൂസും അല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് കേട്ടോ. മുടിയുടെ തുമ്പ് സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് തടയാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. അതേപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരും. പിന്നെ അത് മാത്രമല്ല, മുടി നല്ല സിൽക്ക് പോലെ ഉണ്ടാവും കേട്ടോ. ഒരു തവണ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മുടിയിൽ ഒരുപാട് മാറ്റം കാണാനായിട്ട് സാധിക്കും. മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരും. അതോടൊപ്പം തന്നെ തലയിൽ താരന്റെ ബുദ്ധിമുട്ടോ അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്. നിങ്ങളിത് തലയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാം. എത്ര വളരാത്ത മുടി നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഏത് പ്രായമാണെന്നുണ്ടെങ്കിലും നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഒരിക്കലും കെമിക്കൽ ആയിട്ടുള്ള ഡൈകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഡൈ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ പഴമാണ്. ഞാൻ റോബസ്റ്റേന്റെ പഴം എടുത്തിരിക്കുന്നത്. ഇത് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് പഴുത്തുള്ള പഴമാണെന്നുണ്ടെങ്കിലും അതിന്റെ തൊലി ഇതുപോലെ പച്ച കളറിലാണുള്ളത്. അപ്പൊ അതിന്റെ പഴം ഞാൻ എടുത്തു മാറ്റിയിട്ട് അതിന്റെ തൊലിയാണ് ഇപ്പോട്ട് എടുക്കുന്നത്. ഈ പഴത്തിന്റെ തൊലി ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള പഴത്തിന്റെ തൊലിയാണ്. നിങ്ങളിത് വെയിലത്ത് 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടുന്ന രീതിയിലാവണം എന്ന് മാത്രം. എന്നിട്ട് ഇതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചധികം പഴത്തിൻ്റെ തൊലി ഇതുപോലെ ഉണക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും എണ്ണമയം ഇല്ലാത്ത കടായി വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് ഇനി നമുക്ക് ചേർത്താനായിട്ടുള്ളത് കോഫി പൗഡറാണ് കേട്ടോ. അതിൽ 3 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അത് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ചൂട് വേണമെന്നില്ല, ചെറിയ ചൂട് മതി. എന്നിട്ട് ആ ഒരു കോഫിയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ചെയ്ത് വെക്കുന്നത് തലേ ദിവസം രാത്രിയിലാണ്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഈ ഒരു പാക്ക് തേച്ച് വെക്കുക. എന്നിട്ട് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്തായാലും ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ അയേണ്ട കണ്ടന്റ് ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. രാവിലെ ഉണർന്ന ഉടനെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നല്ല രീതിയിൽ കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അയേണ്ട കണ്ടന്റ് ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാക്ക് നമുക്കിപ്പോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 2 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂസിൽ വാഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് മുടിയിൽ നല്ല രീതിയിൽ കോഫിയുടെ ബ്രൗൺ കളർ നമ്മുടെ മുടിയിലേക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്ന സമയത്ത് മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കളർ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എത്ര കൂടുതൽ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നോ അത്രയും കൂടുതൽ കളർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു മാസത്തേക്ക് പിന്നെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ നിങ്ങളിത് തേക്കേണ്ട ആവശ്യം വരില്ല. ഒരു മാസം വരെ നിങ്ങൾക്ക് തലമുടിയിൽ നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളിത് തലയിൽ തേച്ചിട്ട് മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.